ഇതിലും വലിയ ദേഷ്യം വേറെ ഇല്ല. ആദ്യമൊക്കെ സ്നോ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, സ്നോ എടുക്കാം എറിയാം. ഇപ്പൊ ഈ സാധനം കാണുന്നതിനെക്കാളും ഒരു ദേഷ്യം വേറെ ഇല്ല. ഒരു കൊച്ചിലെ ചൂട് തണുപ്പ് എന്നുള്ള ഗെയിം നമ്മളെല്ലാവരും കളിച്ചിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥ റിയൽ ലൈഫിൽ അത് ഗെയിം ആയിരുന്നു. ഇതിപ്പോ ഡേ ടു ഡേ ലൈഫിൽ ഇതാണ് അവസ്ഥ. ഇതെല്ലാം ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ചൂട് കിട്ടുമോ? ഇല്ല. അപ്പൊ തണുപ്പ്. എന്നാൽ ഏതെങ്കിലും റൂമിനകത്ത് ഇരിക്കുമ്പോൾ ഒടുക്കത്തെ ചൂട്. അപ്പൊ എനിക്ക് ഊരിക്കളഞ്ഞ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും തണുക്കും. ഇത് തന്നെ ചൂട് തണുപ്പ്. ഇതിനകത്തിരുന്ന് നമുക്ക് പ്രാന്ത് പിടിക്കുന്നു. ഇച്ചിരി വെയിലൊന്ന് വരൂ എന്റെ സൂര്യേട്ടാ, ഒന്ന് വരിക. ഇവിടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെങ്കിലും പോയേ ഒക്കത്തുള്ളൂ. ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഒരു കളക്ടറൊക്കെ വേണം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതിലും മനോഹരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് ഇത് താറാവ് നടക്കുന്ന പോലെ ഈ സ്നോയിൽ കൂടെ നടന്നു പോകും ബസ് സ്റ്റോപ്പിലോട്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ബസ് അങ്ങോട്ട് മിസ്സാവുകയും ചെയ്യും. അടുത്ത ബസ് 20 മിനിറ്റിനൊക്കെ ശേഷമാണ് വരുന്നത്. 20 മിനിറ്റ് അവിടെ നിന്ന് തണുപ്പ് കൊള്ളാം. ബെസ്റ്റ്. ഇതൊക്കെ ഈ തണുപ്പും കാലാവസ്ഥയും പോയി വരാൻ പറ്റുന്നതും ഇതൊക്കെ സഹിക്കാൻ പറ്റുവാണെങ്കിൽ വരിക. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഞാൻ കരയുന്നത് പോലെ കരയാം. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ 40-30 കിലോമീറ്റർ നടന്നും നീന്തിയും ചാടിയൊക്കെയാണ് പോയിട്ടുള്ളായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ. അതുപോലെ നമുക്കും നമ്മുടെ പിള്ളേരോടും പേരക്കുട്ടികളോടും പറയാനായി നമ്മളും പോയി -30-40. എല്ലാവരും പറയും അങ്ങ് അമേരിക്കയിലല്ലേ, അങ്ങ് വിദേശത്തല്ലേ, അങ്ങ് യൂറോപ്പിലല്ലേ, മറ്റേടത്തല്ലേ എന്ന് പറയും. അതും കൂടെ കേൾക്കുമ്പോൾ അങ്ങ് സുഖമല്ലേ, പുറത്തല്ലേ, എന്തോ വേണം.